ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മേടിക്കണം, അത് ഹാൻഡ്ലൂമിലെ ബെഡ്ഷീറ്റ് തന്നെ മേടിക്കണം എന്നുള്ളൊരു നിർബന്ധമാണല്ലോ. ആർക്കാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ. അപ്പോൾ അങ്ങനെ വന്ന് ബെഡ്ഷീറ്റ് മേടിക്കാൻ വേണ്ടി വന്ന് നാഷണൽ ഹാൻഡ്ലൂം എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ബിൽഡിംഗാണ്. അതിനകത്ത് ഈ ബെഡ്ഷീറ്റ് മാത്രമല്ല, ഇതുണ്ടല്ലോ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഇതാ പിള്ളേർക്ക് ഇരിക്കാനായിട്ടുള്ള കസേരകൾ, ഇതിപ്പോൾ ഈ വന്നിരിക്കുന്ന സെക്ഷനാണ് ബെഡ്ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ ടേബിൾ ക്ലോത്ത്, ടേബിൾ മാറ്റിൻ്റെയൊക്കെ സെക്ഷനാണിത്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് നടക്കണം. ഒരു ഫ്ലോർ, അതായത് എനിക്ക് തോന്നുന്നു 5 നിലയാണെന്ന് തോന്നുന്നു ബിൽഡിങ്. 5 നിലയിൽ പല ഫ്ലോറിൽ പല പല ഐറ്റംസാണ്. ഇപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഉള്ളത് 5ാമത്തെ നിലയിലാണ്. അത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ ബെഡ്ഷീറ്റ് ഐറ്റംസൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതായത് വീണ്ടും ഷോക്കേസ് പീസുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് ഈ ബെഡ്ഷീറ്റൊക്കെ വെച്ചിരിക്കുന്ന ഫ്ലോറിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടാണ്. അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചെരുപ്പ്, അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തുണികൾ. ആ തുണികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ളതും കുട്ടികൾക്കുള്ളതെല്ലാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ലിഫ്റ്റ് അല്ലാതെ സ്റ്റെപ്പ് ഇറങ്ങി പോകാമല്ലോ, അങ്ങനെയുള്ള സ്റ്റെയർ കേസിലെല്ലാം ഇതുപോലെ തന്നെ കുറേ അധികം ഐറ്റംസ് ഇങ്ങനെ വിൽക്കാനായിട്ടുള്ളത് തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്റ്റാളുകളാണെങ്കിൽ മുകളിലത്തെ നിലകളിലെല്ലാം ഓരോരോ സാധനങ്ങൾ അവർ തന്നെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതായത് ഈ നാഷണൽ എന്ന് പറയുന്ന ഈ ഹാൻഡ്ലൂംസുകാർ തന്നെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടില്ല, ഇതൊക്കെ ടീ ഷർട്ട്, ഇതിനെല്ലാം വലിയ വിലയൊന്നുമില്ല, തുച്ഛമായ വില മാത്രമേ ഇതിനുള്ളൂ കേട്ടോ.